രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരുന്നു. കേരളം വീണ്ടും ഒരു രാഷ്ട്രീയ സത്യം തിരിച്ചറിയുന്നുവോ? കേരള രാഷ്ട്രീയം വീണ്ടും വലിയൊരു ചർച്ചയിലേക്ക് നീങ്ങുകയാണ്. ഒരിക്കൽ ശക്തമായി വിമർശിക്കപ്പെട്ട രാഷ്ട്രീയമായി വലിയ തിരിച്ചടികൾ നേരിട്ട യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരും. ഇതാണിപ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന പ്രധാന ചോദ്യം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF നേടിയ വൻ വിജയത്തിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിന്റെ ചിത്രം തന്നെ മാറിയിരിക്കുകയാണ്. UDF 102 സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് തിരിച്ചെത്തിയതോടെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലെ രാഷ്ട്രീയ സംഭവങ്ങളും നേതാക്കളുടെ നിലപാടുകളും വീണ്ടും വിലയിരുത്തപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഒരു പേര് വീണ്ടും ഉയർന്നു വരുന്നു: രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരു കാലത്ത് കേരളത്തിലെ യുവ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധേയമായ മുഖമായിരുന്നു രാഹുൽ. ശക്തമായ പ്രസംഗങ്ങൾ, സർക്കാരിനെതിരായ വിമർശനങ്ങൾ, യുവാക്കൾക്കിടയിലെ സ്വീകാര്യത, സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യം ഇതെല്ലാം അദ്ദേഹത്തെ വളരെ വേഗത്തിൽ ശ്രദ്ധേയനാക്കി. പക്ഷേ പിന്നീട് വിവാദങ്ങളും രാഷ്ട്രീയ തിരിച്ചടികളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിച്ചു. ഹൂ കെയർസ് എന്ന പരാമർശം മുതൽ വിവിധ രാഷ്ട്രീയ വിവാദങ്ങൾ വരെ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു. ഒരു പ്രസ്താവന, ഒരു വാർത്ത, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്, പിന്നെ തുടർച്ചയായ ചർച്ചകൾ. ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചുള്ള പൊതുധാരണ തന്നെ മാറാൻ അധിക സമയം വേണ്ട. അതിനിടയിലാണ് ചിലർ മറ്റൊരു ചോദ്യം ഉന്നയിക്കുന്നത്: രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാഷ്ട്രീയമായി ടാർഗറ്റ് ചെയ്തതായിരുന്നോ? ഇത് തെളിയിക്കപ്പെട്ട വസ്തുതയായി പറയാനാകില്ല. എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ മീഡിയ ട്രയൽ എന്ന വാക്ക് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു വിഷയത്തെ മാധ്യമങ്ങൾ തുടർച്ചയായി ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എത്രമാത്രമായിരിക്കും? ഒരു ആരോപണം ഒരു നേതാവിന്റെ രാഷ്ട്രീയ ഭാവിയെ എത്രമാത്രം ബാധിക്കും? ഇത് രാഹുലിനെ മാത്രം സംബന്ധിച്ച ചോദ്യമല്ല, കേരള രാഷ്ട്രീയത്തിന്റെ തന്നെ വലിയ ചോദ്യമാണ്. കാരണം ഇന്ന് രാഷ്ട്രീയം നടക്കുന്നത് തിരഞ്ഞെടുപ്പ് വേദികളിൽ മാത്രമല്ല. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സപ്പ് എല്ലായിടത്തും രാഷ്ട്രീയ നാരേറ്റീവ് രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയക്കാരനെ വിലയിരുത്തുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ഒന്നാണ്: ഞാൻ കേൾക്കുന്നത് മുഴുവൻ വസ്തുതയാണോ? അല്ലെങ്കിൽ ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നറേറ്റീവ് മാത്രമാണോ? ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ തിരിച്ചുവരവ് പ്രധാനമാകുന്നത്. രാഷ്ട്രീയത്തിൽ ഒരു തിരിച്ചടി വന്നാൽ അതോടെ എല്ലാം അവസാനിക്കുമോ? ഇല്ല. ഒരു പദവി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടുകൊണ്ടും ഒരു രാഷ്ട്രീയ ജീവിതം അവസാനിക്കുന്നില്ല. ജനങ്ങളുമായുള്ള ബന്ധം വീണ്ടും ശക്തമാക്കാൻ കഴിഞ്ഞാൽ ഒരു നേതാവിന് തിരിച്ചു വരാനുള്ള അവസരം എപ്പോഴും ഉണ്ടാകും. അതിനാൽ രാഹുൽ തിരിച്ചു വരുന്നു എന്നത് നാളെ തന്നെ അദ്ദേഹം വലിയൊരു സ്ഥാനത്തെത്തും എന്നല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാന്നിധ്യം വീണ്ടും ചർച്ചയാകുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇവിടെ മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നു: രാഹുൽ പറഞ്ഞതിൽ സത്യമുണ്ടായിരുന്നോ? ഈ ചോദ്യത്തിന് വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരം പറയാൻ കഴിയില്ല. രേഖകൾ എന്താണ് പറയുന്നത്? കോടതി നടപടികളിൽ എന്താണ് വ്യക്തമാക്കുന്നത്? ബന്ധപ്പെട്ടവർ എന്താണ് പറയുന്നത്? മാധ്യമ റിപ്പോർട്ടുകളിൽ എന്താണ് വസ്തുത? ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് ഒരു നിഗമനത്തിലെത്തേണ്ടത്. കാരണം ആരോപണവും തെളിയിക്കപ്പെട്ട വസ്തുതയും രണ്ടാണ്. രാഷ്ട്രീയ വിമർശനവും വ്യക്തിപരമായ വിധിയും രണ്ടാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ ഇനിയൊരു പ്രധാന പങ്ക് വഹിക്കുന്ന UDFന്റെ വലിയ വിജയവും കോൺഗ്രസിന്റെ ഭാവി രാഷ്ട്രീയവുമാണ്. 102 സീറ്റുകളുടെ വിജയത്തിന് ശേഷം യുവ നേതാക്കൾ കോൺഗ്രസിൽ എന്ത് സ്ഥാനം ലഭിക്കും? രാഹുൽ വീണ്ടും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമാകുമോ? അദ്ദേഹത്തിന് വീണ്ടും അവസരം ലഭിക്കുമോ? ജനങ്ങൾ അദ്ദേഹത്തെ പഴയതുപോലെ സ്വീകരിക്കുമോ? ഇതെല്ലാം ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: രാഷ്ട്രീയത്തിൽ അവസാന പേജ് വളരെ വേഗത്തിൽ എഴുതാൻ കഴിയില്ല. ഇന്ന് വിമർശിക്കപ്പെടുന്ന ഒരാൾ നാളെ ജനപിന്തുണ നേടാം. ഇന്ന് ജനപിന്തുണയുള്ള ഒരാൾ നാളെ ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കേണ്ടി വരും. അതാണ് ജനാധിപത്യം. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും അവസാന തീരുമാനം പറയേണ്ടത് ആരാണ്? ജനങ്ങൾ. അപ്പോഴും വീണ്ടും ചോദിക്കാം: രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരികയാണോ? ഒരിക്കൽ ശക്തമായി വിമർശിക്കപ്പെട്ട ഈ യുവ നേതാവ് വീണ്ടും കേരള രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് എത്തുമോ? അതോ കഴിഞ്ഞ കാലത്തെ വിവാദങ്ങൾ തന്നെയായിരിക്കുമോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുക? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രാഹുൽ തിരിച്ചു വരണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അഭിപ്രായം കമന്റ് ചെയ്യൂ. കേരള രാഷ്ട്രീയം മാറുകയാണ്. ആ മാറ്റത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഒരു സ്ഥാനം ഉണ്ടാകുമോ?